പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് എഴുത്തുകാരായ ഒരു പിതാവിനെയും മകനെയും കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഇങ്ങനെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ പുല്ലൂരിൽ വെച്ചായിരുന്നു. അവിടെ മുണ്ടേക്കാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് പിതാവിൻ്റെയും മകൻ്റെയും പുസ്തക പ്രകാശനം സ്ഥലം MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് ഒത്തിരി മഹത് വ്യക്തിത്വങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ വെച്ച് പ്രകാശനം ചെയ്യുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം സ്വാഭാവികമാണ്: ആരായിരിക്കും അവരെന്നുള്ളത്. അതിനുള്ള ഉത്തരം ഇതാണ്: ഫൈസൽ ബാബു പുല്ലൂർ, അദ്ദേഹത്തിൻ്റെ മകനായ മുഹമ്മദ് അസനുൽ അനസ് പുല്ലൂർ. ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, മുഹമ്മദ് അസനുൽ അനസിൻ്റെ പ്രായം 10 വയസ്സ് മാത്രമാണ്. അവൻ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പിതാവിൻ്റെ താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെയാണ് മകൻ്റെയും താല്പര്യങ്ങൾ എന്ന് അവൻ്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫൈസൽ ബാബു പുല്ലൂർ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളാണ് കഥകളായി അദ്ദേഹം പുസ്തക രൂപേണ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു പോരുന്നത്. ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, കരിയിലകൾ, നന്മമരം, ഈ 3 പുസ്തകങ്ങളും ഫൈസൽ ബാബു പുല്ലൂർ തൊട്ടടുത്ത സമയങ്ങളായി പ്രസിദ്ധീകരിച്ചതാണ്. തെരുവിലെ കൂട്ടുകാർ, അങ്ങാടിക്കുരുവികൾ, കാടിൻ്റെ മക്കൾ, ഇവ 3ഉം ഫൈസൽ ബാബുവിൻ്റെ മകൻ മുഹമ്മദ് അസനുൽ അനസ് എഴുതിയതാണ്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഓഡിറ്റോറിയത്തിനുള്ളിൽ നിറഞ്ഞു കവിഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ബഹുമാന്യനായ MLA ആയിരുന്നു പിതാവിൻ്റെയും മകൻ്റെയും ഏറ്റവും പുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്ന സ്ഥലം MLAയും മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങളും നാട്ടുകാരും അതുപോലെ തന്നെ അസനുൽ അനസ് പുല്ലൂരിൻ്റെ അധ്യാപകരുമടക്കം വലിയൊരു ജനാവലി തന്നെ ഓഡിറ്റോറിയത്തിൽ തമ്പടിച്ചു കൂടിയിരുന്നു. അവരെല്ലാം ഒന്നടങ്കം ആ കൊച്ചുമിടുക്കൻ്റെ കഴിവിനെ വാഴ്ത്തുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയുണ്ടായി. അസനുൽ അനസ് എഴുത്തുകാരൻ മാത്രമല്ല, മോശമല്ലാത്ത രീതിയിൽ പാട്ടുപാടാനും അതുപോലെ തന്നെ ചിത്രരചനയിലും മിമിക്രിയിലും ഈ കൊച്ചുമിടുക്കൻ അവൻ്റെതായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കൂടാതെ ഒരൽപ്പം പൊതുപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നല്ല ഒരു കർഷകനും കൂടിയാണ്. 2022 അവരുടെ പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുത്ത കുട്ടി കർഷകൻ എന്ന അവാർഡും കൂടി മുഹമ്മദ് അസനുൽ അനസിനെ തേടിയെത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൊച്ചുമിടുക്കൻ്റെ പുസ്തക പ്രകാശനത്തിൽ സാക്ഷിയാകാൻ വേണ്ടി അവൻ്റെ അധ്യാപകരും കടന്നു വന്നിരുന്നു. അവരുമായി ഒരല്പസമയം ചെലവിടാൻ എനിക്കും അവസരം കിട്ടി. ഈ അവസരങ്ങളിലെല്ലാം ഞാൻ അവരോടായി ചോദിച്ചത് അനസിനെ കുറിച്ചായിരുന്നു. അനസിനെ കുറിച്ച് അവർക്ക് പറയാൻ ധാരാളമുണ്ട്. ഒത്തിരി സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടെയാണ് അവൻ്റെ അധ്യാപകരെല്ലാം അവനെക്കുറിച്ചുള്ള എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത്. പ്രിയമുള്ളവരെ, പുതുജനറേഷനെ കുറിച്ച് ഒത്തിരി ആവലാതികളും വേവലാതികളുമുണ്ട് നമുക്കെല്ലാം. നന്നേ ചെറുപ്പം തൊട്ടേ വിവിധങ്ങളായ ഗെയിമുകൾക്ക് അഡിക്റ്റായി പോവുകയാണ് നമ്മുടെ മക്കളെല്ലാം. അതിന് നല്ലൊരു ശതമാനം കാരണക്കാർ രക്ഷിതാക്കളായ നമ്മളൊക്കെ തന്നെയാണ്. കാര്യം, ഒത്തിരി തിരക്കിനിടയിൽ കുട്ടികളെ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പലപ്പോഴും നന്നേ ചെറുപ്പം തൊട്ടേ കുട്ടികളുടെ കയ്യിൽ നമ്മൾ മൊബൈൽ ഫോൺ നൽകുകയാണ്. അതിലൂടെ അവർക്ക് കൗതുകമുണർത്തുന്ന വാർത്തകളും കാഴ്ചകളുമായി അവർ ചെറുപ്പം തൊട്ടേ അതിലേക്ക് അടിമപ്പെട്ടു പോകുന്നു. ഇതിനെല്ലാം നമ്മൾ കാരണമായി പറയുന്നത് കുട്ടികൾ ഓടിച്ചാടി നടക്കുമ്പോൾ അവർക്ക് വല്ല അപകടങ്ങളും സംഭവിക്കുമോ എന്നുള്ളതാണ്. വളർന്ന് വലുതാകുന്ന സമയം പ്രത്യേകിച്ച് കുട്ടികൾ ഓടിക്കളിച്ചും തുള്ളിച്ചാടിയും ഒക്കെ നടക്കേണ്ടതാണ്. അവർ പ്രകൃതിയുടെ സൗന്ദര്യവും ആസ്വദിച്ച് തുള്ളിച്ചാടി നടക്കുന്ന സമയങ്ങളിൽ അവരുടെ ശരീര വളർച്ചയ്ക്കും മാനസിക വളർച്ചയ്ക്കും അത് കാരണമായി മാറുന്നു എന്നുള്ളതാണ്. ഇന്ന് രക്ഷിതാക്കളായ നമ്മളെല്ലാം വളർന്നു വലുതായത് അങ്ങനെയാണ്. നമുക്കുമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്തെ അന്നത്തെ സാഹചര്യങ്ങളിൽ അന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി വളർന്നവരാണ് നമ്മൾ. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാളേറെ സൗകര്യത്തോടെ സന്തോഷത്തോടെ അവർ വളരട്ടെ എന്ന് ഓരോ രക്ഷിതാവും ആഗ്രഹിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അവർക്കൊരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങളിൽ അവരെ കാത്തിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് കുട്ടികളെക്കാളേറെ തിരിച്ചറിയുന്നവരാണ് രക്ഷിതാക്കളായ നമ്മളൊക്കെ. പലപ്പോഴും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അതിൽ ബോധവാന്മാരാകാനോ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാര്യകാരണങ്ങളാലാണ്, അങ്ങനെയുള്ള നമ്മുടെ അശ്രദ്ധകളാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയും മറ്റുമായി നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന സങ്കടകരമായ വാർത്തകൾക്ക് കാരണമായി മാറുന്നത്.
അത്തരം വാർത്തകളിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കുട്ടികളിൽ ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ വളർത്തിയെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന ഒരു കാഴ്ചപ്പാട് പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് തുടർന്ന് നമ്മുടെ കാഴ്ചകളിലേക്ക് തിരികെ വരുമ്പോൾ ഹസനുൽ അനസിൻ്റെ അധ്യാപികയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അവരുടെ സംസാരങ്ങളിലെല്ലാം തൻ്റെ അരുമ്പ ശിഷ്യൻ്റെ മിടുക്കിനെക്കുറിച്ചും തൻ്റെ ഇടത്തെക്കുറിച്ചുമായിരുന്നു ആ അധ്യാപികയ്ക്ക് കൂടുതലായും സംസാരിക്കാനുള്ളത്. മാത്രമല്ല തൻ്റെ ശിഷ്യന് നല്ലൊരു പുസ്തകം സമ്മാനമായി നൽകിക്കൊണ്ടാണ് അവർ ഈ സദസ്സിനോട് യാത്ര പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇതോടുകൂടെ വീഡിയോ ചുരുക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.